സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നിയമപരമായി ഇനിയും വിവിധ കോടതികളുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നേരത്തെ രാജിവെച്ചത് ആ ധാർമ്മിക ഉത്തരവാദിത്വം അതോടുകൂടി പൂർണ്ണമായിരിക്കുന്നു. ഒരു കോടതിയാണ് തന്നെ കുറ്റവിമുക്തനാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു കോടതി വേറൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഭാഗം തൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു. പക്ഷേ നിയമവഴിയിൽ അതിന് അങ്ങനെ വാദിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും നിയമവഴിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. തനിക്കും വീണ്ടും കോടതിയിൽ സമീപിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുകയും ചെയ്തത്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സാലി, മന്ത്രി പറഞ്ഞത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അന്ന് ഈ വിഷയമുണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കുന്നു. കോടതി കുറ്റമുക്തനാക്കുന്നു. സജി ചെറിയാൻ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, അതായത് സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് ഒരു പരാമർശം ഒരു കോടതി വിധിയിലുമില്ല, ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് ശരിയായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഹർജിക്കാരൻ സമീപിച്ചത് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. പക്ഷേ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി. മന്ത്രി പറഞ്ഞതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നം, അദ്ദേഹം ധാർമ്മികമായി തന്നെയാണ് അന്ന് രാജിവെച്ചത്. കോടതി നിയമവഴിയിൽ തന്നെ കോടതി കുറ്റമുക്തനാക്കിയപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ വരികയും ചെയ്തു. നിലവിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന അർത്ഥത്തിൽ എവിടെയും പറയുന്നില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് റദ്ദാക്കുന്നു. പുതിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം, പോലീസ് അല്ല അന്വേഷിക്കേണ്ടത്, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവല്ല ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. മറിച്ച് മന്ത്രിക്കെതിരായി നടത്തിയ അന്വേഷണത്തിലെ സാങ്കേതികമായ പിഴവുകളാണ്. അതിൽ അന്വേഷണം തൃപ്തികരമായ രീതിയിലല്ല നടന്നത് എന്നത് മാത്രമേ ഉള്ളൂ. അന്വേഷണം തൃപ്തികരമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മന്ത്രി കുറ്റക്കാരനാണ് എന്നതല്ല അതിൻ്റെ അർത്ഥം. അന്വേഷണം തൃപ്തികരമായില്ല. അതിൻ്റെ 2-3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്ന ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അന്തിമ റിപ്പോർട്ട് നൽകി. മുഴുവൻ ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയില്ല. പക്ഷേ കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറച്ച് ആളുകളുടെ മൊഴികൾ, ഈ പ്രസംഗം കേട്ട ആളുകളുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയതിൻ്റെ വിശദവിവരങ്ങളുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൽ സാങ്കേതികമായി നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ പിശകുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അത് തീർത്തും സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ അന്വേഷണം സംബന്ധിച്ച വിലയിരുത്തൽ മാത്രമാണ് കോടതിയുടെ ഉള്ളത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ടെക്നിക്കൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന, പൊതുജനത്തിന് മുന്നിൽ ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം നടന്നോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹർജിക്കാരൻ പറഞ്ഞത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല എന്നുള്ളതാണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. CBI അന്വേഷണം കോടതി നിരസിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി പാടില്ല, കേന്ദ്ര അന്വേഷണ ഏജൻസിയായി CBI വേണമെന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യം. അത് കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സംസ്ഥാന DGPയുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അതിനുശേഷം കോടതി വ്യക്തതയോടെ ക്രൈംബ്രാഞ്ച് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നാണ് DGPയോട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് മന്ത്രി ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനായതുകൊണ്ട് ഒരു തുടർ നടപടിയിലേക്ക് കടക്കൂ എന്നല്ല പറഞ്ഞത്. മന്ത്രി ഏതെങ്കിലും കുറ്റം ചെയ്തോ എന്നുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിലെ നടപടിക്രമങ്ങളിൽ പാളിച്ചയും വീഴ്ചയും ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് മാത്രമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ മന്ത്രി ഭരണഘടനാ വിരുദ്ധമായി പ്രസംഗിച്ചു എന്നതല്ല കോടതിയുടെ കണ്ടെത്തൽ, മറിച്ച് അന്വേഷണത്തിലെ വീഴ്ചകളാണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ച പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണം നടക്കട്ടെ. അത് ആ ഏജൻസി തന്നെ വേണ്ട, സംസ്ഥാന പോലീസിന് തന്നെ മറ്റൊരു ഏജൻസി. അത്രയും കേവലം സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയിലുള്ളത്. അതല്ലാതെ മന്ത്രിക്കെതിരായ ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി, പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് നേരിട്ട് കോടതി ഉത്തരവിൻ്റെ ഭാഗമായി ചേർത്തിട്ടില്ല. അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. പരിശോധിക്കാനും അന്വേഷിക്കാനും മറ്റൊരു ഏജൻസിയെ കോടതി ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിധിയെ വിലയിരുത്തേണ്ടതുള്ളൂ. സാലി, അത് തന്നെയാണ് ഇതിനകത്ത് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അന്നത്തെ ഈ പ്രസംഗം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഈ ഭരണഘടനയിൽ തന്നെ ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുന്ന ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതായത് കൊളോണിയൽ ഭരണകാലത്തിൻ്റെ തുടർച്ചയായി വന്ന ഭരണഘടന, അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ വന്ന ഒരു വാക്കിനെ എടുത്താണ് മാധ്യമങ്ങൾ വിവാദമാക്കുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ തന്നെ ആ പ്രസംഗം
ത്തിന് വിവാദമായ സാഹചര്യത്തിൽ തന്നെ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. ധാർമ്മികമായ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയും ചെയ്തു. പിന്നീട് നിയമവഴിയിൽ പോകുന്നു. അവിടെ കോടതി കണ്ടെത്തുന്നു ഇത് അദ്ദേഹം കുറ്റക്കാരനല്ല. ഇത്തരത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഭരണഘടന അവഹേളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. അവിടെ അന്ന് മുതൽ മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ദീർഘപ്രസംഗം, അത് രാജ്യത്തെ കൊളോണിയൽ വ്യവസ്ഥയെക്കുറിച്ച്, ഭരണഘടന രൂപീകരിക്കാനിടയ സാഹചര്യത്തെക്കുറിച്ച്, കൊളോണിയൽ ശക്തികളുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ എന്തൊക്കെ ലൂപ്ഹോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ പരാമർശിക്കുകയായിരുന്നു മന്ത്രി എന്ന് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഉയർന്ന പ്രശ്നം നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ധാർമ്മികതയുടെ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാജിവെച്ചു. നിയമമാണല്ലോ എല്ലാ പ്രശ്നത്തിനും അന്തിമ വിധി കൽപ്പിക്കേണ്ടത്. ഒരു കോടതി തന്നെ പറഞ്ഞു കുറ്റക്കാരനല്ല, അദ്ദേഹം തിരിച്ച് മന്ത്രിസഭയിലേക്ക് വരുന്നു, മന്ത്രിയായി തുടരുകയും ചെയ്യുന്നു. ഇവിടെ പ്രശ്നം സാങ്കേതികം മാത്രമാണ്. നടത്തിയ അന്വേഷണത്തിൽ പിശകുകളുണ്ടോ, അവിടെ ലൂപ്പ് ഹോൾ ഉണ്ടോ, അത് പരിശോധിക്കുക. അതിന് ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യമില്ല, സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മന്ത്രിക്കെതിരെ ഒരു പരാമർശം പോലും കോടതി നടത്തുന്നതുമില്ല. അതായത് മന്ത്രിയുടെ പ്രസംഗം 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പ്രസംഗം പരിശോധിച്ചാൽ തന്നെ അക്കാര്യം വ്യക്തമാകും. കോടതി അന്ന് മന്ത്രി പറഞ്ഞ വാക്കിതാണ്, കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് പലതിൻ്റെയും ഉദ്ദേശം എന്നുള്ളതാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ കുന്തം കുടച്ചക്രം എന്നീ രണ്ട് വാക്കുകളാണ് സാങ്കേതികമായി ഈ പരാതിക്ക് ആധാരമായ കാര്യം. അപ്പോൾ ആ പ്രയോഗങ്ങൾ ഭരണഘടനയെക്കുറിച്ച് നടത്തുന്നത് ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരത്തിൽ പരാമർശം നടത്തുന്നത് തെറ്റാണ് എന്നുള്ളതായിരുന്നു ഹർജിക്കാരൻ്റെ ആവശ്യവും അന്ന് ആദ്യം നൽകിയ പരാതിക്കാരൻ്റെ പരാതിയും. അതിൽ പോലീസാണ് അന്വേഷണം നടത്തിയത്. പോലീസ് ഏതൊക്കെ തരത്തിൽ വിശദമായി അന്വേഷണം നടത്താവോ ആ തരത്തിലുള്ള എല്ലാ അന്വേഷണവും നടത്തി. ഈ പ്രസംഗം കേട്ടവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് അതിൽ നേരിട്ട് ഭരണഘടനയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും പരാമർശങ്ങൾ ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കി ഒരു റിപ്പോർട്ട് കൊടുത്തത്. അത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിശദമായി പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ട് അംഗീകരിച്ചതാണ്. അതായത് ഇതിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്താനായിട്ടില്ല എന്ന പോലീസ് റിപ്പോർട്ട് ഒരു കോടതി, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. അതിനെ തുടർന്നാണ് ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചത്. പക്ഷേ വീണ്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ചില ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഹർജിക്കാരൻ ഉന്നയിച്ച ആവശ്യം, ഇത് ഇപ്പോൾ സംസ്ഥാന പോലീസും ഒക്കെ അന്വേഷിക്കുന്നത് ശരിയല്ല, ഇയാൾ മന്ത്രിയാണ്, കുറ്റാരോപിതനായിരിക്കുന്നയാൾ മന്ത്രി ആയതുകൊണ്ട് സംസ്ഥാനത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് ശരിയാവില്ല, അത് സ്വാധീനത്തിന് വഴിപ്പെടാനിടയുണ്ട്, അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി CBI അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സാങ്കേതികമായി ഈ കണ്ടെത്തൽ തെറ്റാണ് ശരിയാണോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ കോടതി അന്വേഷിച്ചതും പരിശോധിച്ചതും ഈ അന്വേഷണത്തിൽ നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ളതാണ്. അതിലാണ് ചില വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു, അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യവും അന്വേഷണത്തിലെ സാങ്കേതിക പിഴവുകളാണ്. മന്ത്രിയുടെ പ്രസംഗത്തിലെ ഭരണഘടനാ വിരുദ്ധത അല്ല. മന്ത്രിയുടെ പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടോ എന്ന് നടത്തിയ പരിശോധനയിൽ ചില സാങ്കേതിക പിഴവുകളുണ്ട്, അന്വേഷണത്തിൽ സാങ്കേതിക പിഴവുകളുണ്ട്. അത് പോലീസിന് സാങ്കേതികമായി പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ട് റദ്ദാക്കുന്നു എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗം ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, മന്ത്രി കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞോ? മന്ത്രി കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ട് എന്ന് ഈ കോടതിയോ കീഴ്ക്കോടതിയോ കണ്ടെത്തിയിട്ടുമില്ല. മറിച്ച് കീഴ്ക്കോടതി കണ്ടെത്തിയത് ഈ മന്ത്രിയുടെ പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ല എന്ന് പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ചു. ഇപ്പോൾ ഒടുവിൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ മന്ത്രിയുടെ